I want to thank Mayor Rajesh for being here. He's actually from my hometown. So we got two mayors of the same city, but നാം ഇത് എന്തുവാ കാണുന്നേ? നമ്മുടെ തിരുവനന്തപുരം മേയർ ദാ അങ്ങ് അമേരിക്കയില് വലിയ തോതിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ തന്നെ. അമ്പമ്പമ്പമ്പോ, ഇതെങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കമ്മികളും കൊങ്ങികളും ഒക്കെ സഹിക്കുക? പ്രത്യേകിച്ച് നമ്മുടെ ശബരീനാഥൻ, അതോടൊപ്പം തന്നെ ശിവൻകുട്ടി സഖാവൊക്കെ തന്നെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. ശരിക്കും പറഞ്ഞ രാജേഷ് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇതൊക്കെ അവർക്കിട്ടുള്ള ഒരു കൊട്ടാണോ എന്ന് എനിക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും തോന്നി പോകുന്നുണ്ടേ. വല്ലാത്ത തരം കാര്യങ്ങളൊക്കെ വെറുതെ ഒന്നും അല്ല ഇങ്ങനെ അമേരിക്കയിൽ പോയിരിക്കുന്നത്. പലതരത്തിലുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോ കേരളത്തിൽ ഇനി തലസ്ഥാന നഗരിയിൽ നടക്കാൻ പോവുകയാണ്. അതിന്റെ സംഭവം ഞാൻ വായിക്കാം. അതായത് നമ്മുടെ വി രാജേഷ് തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിലിട്ട പോസ്റ്റാണ്. ആ പോസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. കഴിഞ്ഞ 3 ദിവസമായി അമേരിക്കയിലെ വിവിധ മേഖലകളിലുള്ളവരുമായുള്ള കൂടിക്കാഴ്ചകൾ തുടരുകയാണ്. ഇന്ന് രാവിലെ മിസൂറി സിറ്റി മേയർ റോബിൻ എലക്കാട്ടിലും അദ്ദേഹത്തിലെ ടീം അംഗങ്ങളും ഉദ്യോഗസ്ഥരും അടങ്ങുന്നവരുമായി ദീർഘനേരം വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തി. ചർച്ചകൾക്കായി വളരെ വലിയ തയ്യാറെടുപ്പുകളാണ് കോർപ്പറേഷൻ അധികൃതർ നടത്തിയത്. മാലിന്യം സംസ്കരണം, നായ് സംരക്ഷണം, IT എന്നിവയിലായിരുന്നു പ്രധാനമായും കേന്ദ്രീകരിച്ചത്. ഇന്ന് ഡോഗ് ഷെൽട്ടർ സന്ദർശിച്ചു. നാളെ വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റും ട്രാൻസ്പോർട്ടിംഗ് ട്രക്കുകളുമൊക്കെ നാളെ കാണും. തിരുവനന്തപുരത്തെ IT ഡെവലപ്മെന്റ് മിസൂറി IT ടീമിന് മുമ്പാകെ വിശദീകരിച്ചു. ഒപ്പം തിരുവനന്തപുരവും മിസൂറിയും സിറ്റികൾ ചേർന്ന് IT കൊളാബറേഷൻ ഏതൊക്കെ മേഖലകളിൽ സാധിക്കുമെന്ന് പ്രാഥമിക ചർച്ചകൾ നടത്തി. മുഖ്യമന്ത്രിയുമായും സംസ്ഥാന IT മന്ത്രിയുമായും ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം വരെ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ തുടരും. അപ്പോൾ വെറുതെ എന്താ പറയുക, അമേരിക്കയിൽ ചെന്ന് അങ്ങ് കറങ്ങി നടക്കാനല്ല വി രാജേഷ് പോയിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം സിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള നിലവിലുള്ള പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരങ്ങൾ ഒക്കെ തന്നെയും ഏത് തരത്തിൽ ചെയ്യാം, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടി ആലോചിക്കാനും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും അവിടെയുള്ള കാര്യങ്ങൾ ഇവിടെ എങ്ങനെ നടത്തിയെടുക്കാം എന്നുള്ള ആ ഒരു തരത്തിലുള്ള പ്ലാനുകൾ വർക്കൗട്ട് ആക്കാനും ഒക്കെ തന്നെയാണ് ഇങ്ങേര് അമേരിക്കയിൽ പലതരത്തിലുള്ള ചർച്ചകളിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്നും വളരെയധികം വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ എന്താ പറയുക, മറ്റു പല ഇതൊക്കെ സഞ്ചരിക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് എന്തൊക്കെ ഒരു ഐഡിയാസ് നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നതെന്ന് പറയുന്നത്. അതൊക്കെ നമ്മുടെ നാട്ടിലും എങ്ങനെയൊക്കെ നടത്തിയെടുക്കാം എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു തരത്തിൽ നമുക്കും ഒരു ഇത് തോന്നത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു സംഭവ വികാസം തന്നെയാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഇവിടെ പറ്റത്തില്ല. കാരണം ഇവിടെ നമ്മൾ സമ്മതിക്കത്തില്ല. ആരാണ്? കമ്മികളും കൊങ്ങികളും കൂടെ ചേർന്നിട്ട് ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടത്താനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തടയും. നമ്മൾ സമരം നടത്തും. നമ്മൾ സമരം നടത്തി അത് ഇല്ലാതാക്കും. അതാണല്ലോ ഇവിടുത്തെ ഒരു സ്ഥിരം ഏർപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വി രാജേഷ് എന്താ പറയുക, രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഈ പറയുന്ന തോതിൽ അമേരിക്കൻ സന്ദർശനങ്ങൾ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ബാക്കി വികസന പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ കണ്ണിൽ പിടിക്കാത്ത പലരും ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അവരൊക്കെ തന്നെ ഒരറ്റത്തിരുന്ന് ഇങ്ങനെ കരഞ്ഞു വിളിച്ച് പോങ്ങട്ടെ. കാര്യങ്ങൾ എന്തായാലും നല്ല രീതിയിൽ തിരുവനന്തപുരത്ത് നടന്നാൽ മതി എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ.